നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലേബർ ലൈസൻസ് അല്ലെങ്കിൽ ലേബർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പുതുക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ലേബർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനുമൊന്നും മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലേബർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളെല്ലാം ചെയ്യുവാനായി നമ്മൾ പ്രവേശിക്കേണ്ട വെബ്സൈറ്റ് lc.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തിച്ചേരുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൺലൈൻ സേവനങ്ങൾ എന്നുള്ള ഒരു സെക്ഷൻ കാണാം. അതിൻ്റെ താഴെയായി ക്ലിക്ക് ചെയ്യുക എന്നുള്ളൊരു ബട്ടണുണ്ട്. അവിടെ പ്രസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പേജിലേക്ക് പോകും. ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഓൺലൈൻ റിന്യൂവൽ, അതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നിലവിലുള്ള ലൈസൻസ് പുതുക്കാനായി ഓൺലൈൻ റിന്യൂവൽ എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പുതിയ പേജിലേക്ക് പോകും. ഇവിടെ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ആണോ ലൈസൻസ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ലൈസൻസ് നമ്പർ 14 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലേബർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. നിലവിലുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ആ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് താഴെ ഡിസ്പ്ലേ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ വിവരങ്ങളെല്ലാം താഴേക്ക് വരുന്നതായിട്ട് കാണാം. ഇവിടെ നിങ്ങളുടെ കമ്പനിയുടെ ഓണറുടെ നെയിം, അതായത് എംപ്ലോയറുടെ പേര്, കമ്പനിയുടെ പേര് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമ്പർ ഓഫ് മെയിൽ വർക്കർ, നമ്പർ ഓഫ് ഫീമെയിൽ വർക്കർ എന്നുള്ള 2 ബോക്സുകൾ കാണാം. അവിടെ നിലവിൽ എത്ര മെയിൽ വർക്കേഴ്സ് നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്, എത്ര ഫീമെയിൽ വർക്കേഴ്സ് നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സിൻ്റെയും മെയിൽ വർക്കേഴ്സിൻ്റെയും ഡിഫറൻസിനനുസരിച്ച് നിങ്ങളുടെ ഫീസ് ഇനത്തിലും വ്യത്യാസം വരുന്നതാണ്. ഇവിടെ എത്ര മെയിൽ വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെയായി എത്ര ഫീമെയിൽ വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. റിമാർക്സ് കോളത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ 10 മെയിൽ സ്റ്റാഫും 10 ഫീമെയിൽ സ്റ്റാഫുമാണ് ഉള്ളതെങ്കിൽ താഴേക്ക് നിങ്ങളുടെ ഫീസ് ടോട്ടൽ എമൗണ്ട് 420 വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി 5 മെയിൽ വർക്കേഴ്സും 5 ഫീമെയിൽ വർക്കേഴ്സുമാണ് ഉള്ളതെങ്കിൽ 210 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരു മെയിൽ വർക്കർ ഒരു ഫീമെയിൽ വർക്കറാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് അതിലും കുറയുന്നതായിട്ട് 105 കുറയുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഓരോന്നിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ ഇവിടെയായി എത്ര മെയിൽ സ്റ്റാഫ് ഉണ്ട് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫീമെയിൽ സ്റ്റാഫിൻ്റെ നമ്പർ താഴെയുള്ള കോളത്തിലായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടത് എന്നുള്ളത് താഴെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ 210 രൂപയാണ് വന്നിരിക്കുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള ഒരു സെക്ഷൻ കാണാം. ഇവിടെ ബ്രൗസ് ചെയ്തുകൊണ്ട് എംപ്ലോയി ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് ലഭിക്കാനായി ഡൗൺലോഡ് എംപ്ലോയി ഡീറ്റെയിൽ ഫോർമാറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡായി വരുന്ന ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായി നിങ്ങൾ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സീരിയൽ നമ്പർ, അതുപോലെ എംപ്ലോയിയുടെ പേരും അഡ്രസ്സും അടുത്ത കോളത്തിലായിട്ട് ടൈപ്പ് ചെയ്യുക. അതേപോലെ ഡെസിഗ്നേഷൻ എന്താണ് എന്നുള്ളത് അടുത്ത കോളത്തിൽ എൻ്റർ ചെയ്യുക. ഈ എത്ര വയസ്സായി എന്നുള്ളതും ഏത് വർഷമാണ് ജോയിൻ ചെയ്തത് എന്നുള്ളതും ഓരോ സെക്ഷനിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എത്ര സ്റ്റാഫ് ഉണ്ടോ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം താഴെയായിട്ട് ഇതേപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഫയൽ സേവ് ചെയ്യുക. ഫയൽ ക്ലോസ് ചെയ്തതിന് ശേഷം ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫയൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ലെങ്കിൽ അപ്ലൈ ഫോർ റിന്യൂവൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഈ പേജിൽ നിങ്ങൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. താഴെയായി അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പുതിയൊരു പേജിലേക്ക് പോകും. ഇവിടെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ 1, 2 ഇങ്ങനെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക.
പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ നിങ്ങളുടെ അടച്ച പേയ്മെൻറ്റും GR നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ടാവും. ഡൗൺലോഡ് ചലാൻ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചലാന് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ റിന്യൂവൽ എന്ന് പറയുന്നത് ഓട്ടോ റിന്യൂവൽ സിസ്റ്റമാണ്. അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി അത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ഥാപനത്തിൽ ഡിസ്പ്ലേ ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.